കൂടെ എങ്ങനെ തപ്പി കാണിക്കും? അപ്പൊ ഞാൻ നിങ്ങളെ ഒരു ഡാൻസ് കളിച്ച് കാണിക്കാം ഫ്രണ്ട്സ്. ഇടുക്കി ഗോൾഡൻ നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ആ ഇടുക്കിയിലേക്ക് നല്ല തണുപ്പൊക്കെയുള്ള ഇടുക്കിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, ഞാനെന്നുള്ളത് ഇടുക്കിയിലെ ഏറ്റവും ഭംഗിയുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള കാൽവരി മൗണ്ടനിലാണ്. അപ്പോൾ ഇതൊരു എക്കോസിസ്റ്റമാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ കുട പോയി ഇതേ കണ്ടോ. അപ്പോൾ നമുക്കിനി കാൽവരി മൗണ്ടൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ കാൽവരി മൗണ്ടിൽ എത്തിയിട്ടുണ്ട്. കാൽവരി മൗണ്ടിൽ കയറിപ്പോൾ ഇവിടെ പാസ്സൊക്കെ ഉണ്ട്. പാസ് മേടിക്കാണ്ട് രണ്ട് ചേച്ചിമാരുടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് കാൽവരി മൗണ്ടിൽ ആൾക്കാർ കയറിപ്പോവാം. നിങ്ങൾ മഞ്ഞ് കണ്ടിട്ടുണ്ടോ? അതാണ് മഞ്ഞ്. കാണുന്നത് പുക പോലെ മഞ്ഞ് വെളുത്ത മഞ്ഞ് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടോ? ചിലപ്പോ പുകയായിരിക്കില്ല. എങ്ങനെ ഇടുക്കിയിൽ പുക വരും? അല്ലെങ്കിൽ വെള്ളത്തിൽ എങ്ങനെ പുക വരും? ഇത് ശരിക്കും മണ്ണാണ്, അല്ല മഞ്ഞാണ്. അതിന്റെ ഫ്രണ്ട്സ് കണ്ടില്ലേ? നിങ്ങൾ ഇങ്ങനെയാണ് വളഞ്ഞു വന്നിരിക്കുന്നത് മഞ്ഞ്. എന്ത് കാണാൻ നല്ല രസമാണല്ലേ? ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരാതെ. അപ്പൊ ഞാൻ തിരിച്ചു വരാം. ഇവിടെ കുട്ടികളെ കൊണ്ട് വരാൻ നല്ല രസാ. ഓടിക്കളിക്കാനും ചാടി കളിക്കാനും ഒക്കെ ചെയ്യാൻ. നല്ല മഞ്ഞല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലേ? ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പൊ ഫ്രണ്ട്സ്, വളരെ മനോഹരമായ സ്ഥലമാണ് ഈ കാൽവരി മൗണ്ട് എന്ന് പറയുന്നത്. വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു കലമ്പട്ട എന്ന് പറയുന്ന പൂവുള്ള വയലറ്റ് കളറുള്ള ചെടിയിൽ അടിപൊളിയായിട്ട് പൂങ്ങ നിറഞ്ഞു നിൽക്കുകയാണ് ഫ്രണ്ട്സ്. ഇവിടെ വന്നിട്ട് ആൾക്കാർക്ക് താമസിക്കാനായിട്ട് ഇവിടെ ഹോം സ്റ്റേ ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ പേര് അതുപോലെയുള്ള കുറേ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. താഴത്തൊരു ദ്വീപുണ്ടെന്ന് തോന്നുന്നു. ഐലൻഡിനൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല? അതുപോലെയാണ് ഫ്രണ്ട്സ്. അടിപൊളിയാണ് ഫ്രണ്ട്സ്. ആ ഹോം സിനിമയിലെ ചേട്ടറില്ലേ, ആ ചേട്ടനെ പോലെ ഞാൻ തകർക്കും. അപ്പൊ ഇതിന്റെ താഴത്തേക്ക് നമ്മൾ ഇറങ്ങിപ്പോവാണ്. ഇറങ്ങി പോകുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. അവിടെ കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഫോട്ടോ എടുത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഫോട്ടോ എടുക്കാൻ പോകുന്നില്ല. മഴ വരാൻ പോവാണ്. അതിനു മുമ്പ് ഞാൻ എല്ലാ സ്ഥലവും കാണിച്ചു തരണം. അതുകൊണ്ട് നമുക്ക് താഴത്തേക്ക് പോവാം. വളരെ സൂക്ഷിക്കണം.
അതിൻ്റെ പകുതി എത്തി. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇരിക്കാനായിട്ടൊരു ചെറിയ ചെയർ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അടിപൊളിയാണ് ഫ്രണ്ട്സ്. പക്ഷെ ഞാനിപ്പോൾ ടിഗിരി ടിഗിരി എന്ന് പറഞ്ഞ് വരാൻ പറ്റില്ലാത്തവരെ നമുക്ക് പതുക്കെ പോകട്ടോ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, പുഴയാണോ തോടാണോ കുളമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പോകുന്ന വഴിക്ക് ഇപ്പോൾ ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ മുകളിലേക്ക് കയറുകയാണ്. കയറി പോകുന്ന വഴി ഒരു 2 ഇതുപോലത്തെ കസേരകളുണ്ട് നമുക്കിവിടെ വന്ന് ഇരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം. ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. 2-3 ചേട്ടന്മാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറി പോകുന്നത് ഇവിടെ ഒരു സീറ്റ് കൊണ്ട് നമുക്ക് ഇരിക്കാനായിട്ടുള്ളത്. ഇത് ഇവിടെ ആന ഉണ്ടെന്നാണ് പറയണത്. താഴെയാണ് ആന ഉള്ളതെന്ന് പറയണത്. നമുക്കിവിടെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കാൽവരിമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും വന്നിരിക്കണം ഇവിടെ. ഇങ്ങോട്ട് കുറേ ചേട്ടന്മാർ വരുന്നുണ്ട്. അവർ താഴത്തേക്ക് ഇറങ്ങി പോകാനുള്ളതാണെന്ന് തോന്നുന്നു. ഒരു ചേട്ടൻ മുടി കെട്ടി വെച്ചിട്ടാണ് താഴത്തേക്ക് ഇറങ്ങി പോകുന്നത്. ഒരേ 2-3 പേരല്ല, അത് പിന്നെയും ആൾക്കാർ വരുന്നുണ്ട്. പേരെന്താ? മാണി. കാൽവരിമൗണ്ട് നിങ്ങളെ കാണിച്ചു തന്നില്ലേ? നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ.